നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ. പാറമേക്കാവിന്റെ ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും TCVയിൽ തത്സമയം. ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ ഇരുമുന്നണികളിലെയും ഭിന്നസ്വരക്കാരുമായി കൂട്ടുചേരുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. ചരിത്രത്തിലാദ്യമായാണ് ജനങ്ങൾ ഇത്ര കണ്ട് വെറുക്കപ്പെട്ട ഒരു സർക്കാർ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതെന്നും മുരളീധരൻ. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പുതുക്കിയ SSLC ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനത്തിൽ വർധന. 2800 കുട്ടികൾക്ക് കൂടി എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീശനും പാറമേക്കാവിന് വേണ്ടി സ്റ്റീഫനുമാണ് വെടിക്കെട്ടൊരുക്കുന്നത്. രാത്രി 7-നാണ് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുക. തിരുവമ്പാടി വിഭാഗമാണ് ഇത്തവണ ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നത്. നിരവധി പുതുമകളാണ് വെടിക്കെട്ടിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ലൈസൻസികൾ പറഞ്ഞു. സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നതിനാൽ നാളെ ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും ഉച്ചയ്ക്ക് 2 മുതൽ പാർക്കിംഗ് അനുവദിക്കുന്നതല്ലെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും നാളെ രാവിലെ 10-ന് ആരംഭിക്കും. പൂരം സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 25 രോഗികൾക്ക് ഡയാലിസിസ് നടത്താനുള്ള തുക പാറമേക്കാവ് ദേവസ്വം അധികൃതർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഉദ്ഘാടന ചടങ്ങിൽ കൈമാറും. സാമ്പിൾ വെടിക്കെട്ടും വൈകുന്നേരം 4 മുതൽ ചമയ പ്രദർശനവും TCV തത്സമയം സംപ്രേഷണം ചെയ്യും. അരുവിക്കര അടക്കമുള്ള ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ LDFിലെയും UDFിലെയും ഭിന്നസ്വരക്കാരുമായി കൂട്ടുചേരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ സമാപിച്ച BJP സംസ്ഥാന ശില്പശാലയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFിലെയും UDFിലെയും ഭിന്നസ്വരക്കാരുമായി ആശയവിനിമയം നടത്തിവരികയാണ്. അരുവിക്കരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇനിയും ധാരണയായിട്ടില്ല. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകിയ LDF പദ്ധതിക്കെതിരെ ഇപ്പോൾ നടത്തുന്ന പ്രക്ഷോഭത്തിൽ സുഗതകുമാരി കൂട്ടുചേരാൻ പാടില്ലായിരുന്നു. നിറം മാറുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് LDF എന്ന് ഈ സമരത്തിലൂടെ വ്യക്തമാകുകയാണ്. പദ്ധതി സംബന്ധിച്ച് പാരിസ്ഥിതിക പഠനം വസ്തുനിഷ്ഠമായി നടത്താൻ നടപടി സ്വീകരിക്കണം. സംസ്ഥാന സർക്കാർ KGS ഗ്രൂപ്പിന് ആറന്മുളയിൽ നൽകിയ വ്യവസായ മേഖലാ പദവി പിൻവലിക്കുകയും കൃത്രിമമായി കൈവശപ്പെടുത്തിയ ഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുകയും വേണം. സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ജില്ലാതല യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മെയ് 21 മുതൽ ജൂലൈ 23 വരെ BJPയിൽ അംഗങ്ങളായി ചേർന്നവരുടെ ഭവന സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തീർത്ഥാടകർക്ക് ആത്മീയ ചൈതന്യം പകർന്ന് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. തൂവെള്ള വസ്ത്രം ധരിച്ച് ലില്ലിപ്പൂക്കൾ കയ്യിലേന്തിയ ബാലികാബാലന്മാരും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ചിത്രം ആലേഖനം ചെയ്ത കൊടികൾ കയ്യിലേന്തിയ വിശ്വാസികളും മുത്തുക്കുടകളും പേപ്പൽ കുടകളും കയ്യിലേന്തിയ ഭക്തജനങ്ങളും വാദിമേളങ്ങളും തിരുനാൾ പ്രദക്ഷിണത്തിന് അകമ്പടിയായി. വെള്ളവർണ്ണ മേലാപ്പ് ചാർത്തിയ പ്രദക്ഷിണ വീതിയിലൂടെ ഉണ്ണിയെ കയ്യിലേന്തിയ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ്ലീഹായുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണം പള്ളിനടയിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിലെത്തി തിരിച്ച് തീർത്ഥകേന്ദ്രത്തിൽ സമാപിച്ചു. തിരുനാൾ പ്രദക്ഷിണം കടന്നുപോകുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് അനുഗ്രഹങ്ങൾ യാചിച്ചും നന്ദി പറഞ്ഞും നാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് പ്രദക്ഷിണ വീതിക്ക് ഇരുവശവും തടിച്ചുകൂടിയത്. തിരുനാൾ പ്രദക്ഷിണം സമാരംഭിക്കുമ്പോൾ പാവറട്ടിയിലെ സിമന്റ് പെയിന്റ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരുനാൾ കാണിക്കയായി കരിമരുന്ന് കലാപ്രകടനം നടത്തി. ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് തൃശൂർ ബസിലിക്ക റെക്ടർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ദേവസി പന്തുല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജിജോ കപിലാം നിരപ്പേൽ സഹകാർമ്മികനായിരുന്നു. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 2 ദിവസങ്ങളിലായി നടന്ന നേർച്ച സദ്യയിൽ 1.5 ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 3-ന് 8-ാമിടം തിരുനാൾ ആഘോഷിക്കും. TCV പാവറട്ടി. SSLC ഫലത്തിലെ പിഴവുകൾ പരിഹരിച്ചതോടെ വിജയശതമാനം 98.57 ആയി ഉയർന്നു. 97.99 ആയിരുന്നു മുൻപ് പ്രഖ്യാപിച്ച വിജയശതമാനം. പരിഷ്കരിച്ച ഫലം പ്രഖ്യാപിച്ചതോടെ 2800 കുട്ടികൾക്ക് കൂടി ഫുൾ A+ ലഭിച്ചു. പരീക്ഷാഭവന്റെ വെബ്സൈറ്റിലാണ് പരിഷ്കരിച്ച ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മന്ത്രി വീണ്ടും ഫലപ്രഖ്യാപനം നടത്തില്ലെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് SSLC ഫലം വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത്. കുട്ടികളുടെ ഗ്രേസ് മാർക്ക് അടക്കമുള്ളവ ചേർക്കാതെ ഫലപ്രഖ്യാപനം നടത്തിയത്
വ്യാപക പിഴവുകൾക്ക് ഇടയാക്കിയിരുന്നു. സോഫ്റ്റ്വെയർ തകരാർ അടക്കമുള്ളവയും പരീക്ഷാഫലം അലങ്കോലമാക്കി. ശനിയാഴ്ച രാത്രിയോടെ ഫലപ്രഖ്യാപനം നടത്താൻ തീവ്രശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരീക്ഷാഭവന്റെ വെബ്സൈറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുമൂലം വിദ്യാർത്ഥികൾ വലഞ്ഞു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ജനങ്ങൾ ഇത്ര കണ്ട് വെറുക്കപ്പെട്ട ഒരു സർക്കാർ ഭരണം നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. ബിജെപി തൃശൂരിൽ സംഘടിപ്പിച്ച മഹാസമ്പർക്ക അഭിയാൻ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ ഏൽക്കേണ്ടി വന്നൊരു സർക്കാർ ഉണ്ടാകുന്നത്. എന്നാൽ ആരോപണങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുകയാണ് UDF മന്ത്രിസഭയെന്നും മുരളീധരൻ പറഞ്ഞു. മോദി തരംഗത്തിൽ ശോഭിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നിരന്തരം പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിന് ചില മാധ്യമങ്ങളും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബിജെപി അഖിലേന്ത്യാ സഹസംഘടനാ സെക്രട്ടറി വി സതീഷ്, മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടി ദേശീയ അംഗവുമായ ഒ രാജഗോപാൽ, പാർട്ടി ഭാരവാഹികളായ കെ സുരേന്ദ്രൻ, MP രമേശ്, PK കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച നടത്തി. വാർത്തകൾ തുടരുന്നു. കളിക്കുന്നതിനിടയിൽ 15-കാരൻ കിണറ്റിൽ വീണ് മരിച്ചു. മഠത്തുംപടി നെല്ലിക്കപ്പറമ്പിൽ ഗോപാലകൃഷ്ണന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് വിഷ്ണു വീണത്. കൂട്ടുകാരുമൊത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വീണതാണെന്ന് കരുതുന്നു. പുത്തൻവേലിക്കര സെന്റ് ആന്റണീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിഷ്ണു. അപകടം നടന്ന ഉടനെ തന്നെ മാളയിൽ നിന്ന് അഗ്നിശമന സേന എത്തി വിഷ്ണുവിനെ പുറത്തെടുത്ത് മാള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രക്ഷാപ്രവർത്തനത്തിനിടെ ശ്വാസതടസ്സം അനുഭവപ്പെട്ട മാള ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ പ്രതാപ് ചന്ദ്രനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേപ്പാളിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ അകപ്പെട്ടവരിൽ തൃശൂർ എൽത്തുരുത്ത് സ്വദേശികളും എൽത്തുരുത്ത് പള്ളത്ത് വീട്ടിൽ സരസ്വതി, മകൾ സന്ധ്യ, സന്ധ്യയുടെ മക്കളായ അതുൽ കൃഷ്ണ, അനൂജ, സമീപവാസികളായ പുളിപ്പറമ്പിൽ കേശവൻ ഭാര്യ മണി എന്ന് വിളിക്കുന്ന ഭാരതി എന്നിവരാണ് നേപ്പാളിൽ അകപ്പെട്ടത്. ശനിയാഴ്ച രാത്രി വിളിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. തങ്ങൾ സുരക്ഷിതരാണെന്ന് ഇവർ വിളിച്ചറിയിച്ചിരുന്നു. തൃശൂരിലെ ഒരു ട്രാവൽ ഏജൻസി മുഖേനയാണ് ഇവർ നേപ്പാളിലേക്ക് പോയത്. തൃശൂർ ലോയേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സൌത്ത് ഇന്ത്യൻ ലോയേഴ്സ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ കർണാടക ഹൈക്കോടതി ബാർ അസോസിയേഷനെ പരാജയപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ടീം വിജയിച്ചു. അഡ്വക്കേറ്റ് കെ ദേവദാസ് മെമ്മോറിയൽ ട്രോഫി സ്വന്തമാക്കി. സമാപന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി പി ഉബൈദ് റണ്ണേഴ്സ് അപ്പ് ടീമിനുള്ള അഡ്വക്കേറ്റ് കെ ചന്ദ്രശേഖരൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസുകളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തൃശൂർ ലോയേഴ്സ് ക്രിക്കറ്റ് ക്ലബ് ചെയർമാൻ അഡ്വക്കേറ്റ് PS ഈശ്വരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സത്യജിത്ത്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് K പ്രമോദ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ 10 ബാർ അസോസിയേഷൻ ടീമുകൾക്ക് പുറമെ കർണാടക, മദ്രാസ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഇടവേള. പൂരം വരവായി. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാഹി. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യം. വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. പൂരം ഫിൻസർ, ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ഭീമ ജ്വല്ലേഴ്സ്, സ്വർണം സ്നേഹമാണ്. ന്യൂ കേബിൾ പോയിന്റ്, multi-branded electrical equipments under one roof. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃതമാം ജീവിതം സുന്ദരമാക്കൂ ന്യൂട്രിച്ചൂറിലൂടെ. കണ്ടംകുളത്തെ മലയിഞ്ചി തൈലം, വേദനകളിൽ നിന്ന് മോചനം. ലക്ഷ്മി സ്റ്റോഴ്സ്, നാക്കിനാൽ, തൃശൂർ. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. ശക്തനപുരം കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സ്, അയ്യന്തോൾ ആൻഡ് തൃശൂർ. റെഗുലർ ക്ലാസസ് ഫോർ +2, ഡിഗ്രി ആൻഡ് PG, only for girls. Co-sponsored by Sun Group International. പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നിറത്തെ. ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വിശ്വസ്തത, പവിത്രത, രാജകീയത. ട്രെയിനിംഗ് ട്രെയിനിംഗ് അക്കാദമി, പൂങ്കുന്നം, തൃശൂർ. ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അഷ്ടവൈദ്യം തൈക്കട്ട് മൂസ് വൈദ്യരത്നം. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം, മാറുന്ന ലോകത്തിന്. ഓർമ്മപ്പൂരം.
തൃശൂർ പൂരം പ്രചോദിപ്പിക്കാത്ത കലാകാരന്മാരുണ്ടാകില്ല, സാഹിത്യകാരന്മാരുണ്ടാകില്ല, ചിത്രകാരന്മാരുണ്ടാകില്ല, ഫോട്ടോഗ്രാഫർമാർ ഉണ്ടാകില്ല. തൃശൂർ പൂരത്തെ വേറിട്ട മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമം ഓരോ കലാകാരന്റെയും ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹമാണ്. തൃശൂർ പൂരത്തിന്റെ ശബ്ദപ്രപഞ്ചത്തെ റെക്കോർഡ് ചെയ്യുക എന്നതാണ് തന്നെ ഏറെ കൊതിപ്പിക്കുന്ന സ്വപ്ന പദ്ധതിയെന്ന് ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടി ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എല്ലാതരം ആസ്വാദകരെയും തൃപ്തിപ്പെടുത്തുന്ന ജനകീയത ഈ കലാസംഗമത്തിനുണ്ടെങ്കിലും കാഴ്ചയുടെ സമ്മോഹന മുഹൂർത്തമായി ഏവരും സാക്ഷ്യപ്പെടുത്തുക കുടമാറ്റവേദിയെയാണ്. ആനച്ചന്തവും മേളച്ചന്തവും കുടമാറ്റത്തിന്റെ മത്സരവീര്യവും ജനലക്ഷങ്ങളുടെ ആർപ്പുവിളികളും തീർക്കുന്ന ഉത്സവചന്തം എത്ര തവണ ക്യാമറയിൽ പകർത്തിയാലും മതിയാകാറില്ലെന്ന് തൃശൂർ പൂരത്തെ കഴിഞ്ഞ 40 വർഷങ്ങളായി ക്യാമറയിലൂടെ അടയാളപ്പെടുത്തുന്ന ജനാർദ്ദനൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ലൈറ്റ് ചെയ്ത് തന്ന ഒരു സംഭവം എടുക്കണ പോലെ, മറ്റേ ഒന്ന് ഇരുട്ടത്തായിരുന്നു ഒന്ന് വെളിച്ചത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂരെടുക്കുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. ഇത് കറക്റ്റ് ലൈറ്റാണ്. കുടമാറ്റത്തിന്റെയും ആനച്ചന്തത്തിന്റെയും കാഴ്ചകളാണ് തങ്ങളെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുള്ളതെന്നാണ് ചിത്രകാരന്മാരുടെ അഭിപ്രായം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ പലപ്പോഴും നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് വിഷയങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആന എന്നുള്ളൊരു വിഷയം കൊടുക്കാറുണ്ട്. തൃശൂർ പൂരത്തിന്റെ ചിത്രം വരയ്ക്കാത്ത ഒരാൾ പോലും മലയാള മണ്ണിൽ ചിത്രകാരനായി ഉണ്ടാവാനിടയില്ല. പലരും ചിത്രകലയിൽ ഹരിശ്രീ കുറിക്കുന്നത് ആനയെ വരച്ചുകൊണ്ടാണെന്നതും പൂരനാടിന്റെ സ്വാധീനം ഒന്നുകൊണ്ടു മാത്രമാണ്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കുടമാറ്റത്തെക്കുറിച്ച് തന്റെ കവിതയിൽ പണ്ടേ കുറിച്ചിട്ടുണ്ട്. കുടമാറ്റം കാണാൻ ഞാൻ പോകുമ്പോൾ കൂടെ നീ കൂടനം കൂട്ടിനായി, കൂടെ നീ കൂടാനൊരുങ്ങിടുമ്പം കൊടയരെണ്ണം കൂടെ കരുതിക്കോളൂ. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ രചിച്ച ശക്തൻ തമ്പുരാൻ എന്ന തിരക്കഥയിൽ ക്ലൈമാക്സിന് തൊട്ടുമുമ്പായി തൃശൂർ പൂരം അവതരിപ്പിക്കുന്നുണ്ട്. ഈ തിരക്കഥ സിനിമയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ചിത്രം ഇനിയും പൂർത്തിയായിട്ടില്ല. ധർമ്മേന്ദ്ര നായകനായ ഒരു ഹിന്ദി സിനിമയിൽ തൃശൂർ പൂരം പണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. തൃശൂർ പൂരത്തെ സിനിമയിൽ ആവിഷ്കരിക്കാൻ അടുത്തിടെ ശ്രമിച്ചത് യുവ സംവിധായകനായ ലാൽ ജോസ് ആണ്. പ്രാഞ്ചിയേട്ടനു മുമ്പേ തൃശൂർ ഭാഷ സംസാരിക്കുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സ് തൃശൂർ പൂരത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഭാവനം ചെയ്തത്. ഇതിനായി വർഷങ്ങൾക്ക് മുമ്പേ ലാൽ ജോസും കൂട്ടരും തൃശൂർ പൂരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തെങ്കിലും സിനിമ യാഥാർത്ഥ്യമാക്കാനായില്ല. തൃശൂർ ഭാഷ സംസാരിച്ച പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടിയുടെ പൂരപ്രസംഗം ഏറെ കൌതുകം ജനിപ്പിക്കുന്ന രംഗമായിരുന്നു. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരുവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശിവപേരൂർ പട്ടണത്തിന്റെ തൃശൂർ പൂരം ആവിഷ്കരിച്ച സംഗീത ആൽബങ്ങളും ഹ്രസ്വചിത്രങ്ങളും അടുത്ത കാലത്തായി ഏറെ ഇറങ്ങിയിട്ടുണ്ട്. സാഹിത്യത്തിലും ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും സിനിമയിലുമെല്ലാം തൃശൂർ പൂരത്തിന്റെ കലാപൈതൃകം വർഷങ്ങളായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂരമുള്ളിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും. അണിയറ തൃശൂർ പൂരത്തിന് വർണ്ണദൃശ്യ ശ്രാവ്യ ചാരുതയാകുന്ന മാനത്തെ പൂരത്തിന് സാക്ഷിയാവാൻ പൂരപ്രേമികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണയും വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് പറമേക്കവും തിരുവമ്പാടിയും പൊട്ടിച്ചു തീർക്കുന്നത് പുതുമയുടെ വർണ്ണക്കാഴ്ചകളാണ്. തൃശൂർ പൂരത്തിന്റെ ആവേശം വാനോളം ഉയരുന്ന മാനത്തെ പൂരത്തിന് സാക്ഷിയാവാനായി ഓരോ പൂരപ്രേമിയും കണ്ണും കാതും സമർപ്പിച്ചു കഴിഞ്ഞു. പൂരം ആവേശത്തിമിർപ്പിലാകുന്നത് സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെയാണ്. തേക്കിൻകാടിന്റെ ഇരുവിഭാഗങ്ങളിലായി നടക്കുന്ന വെടിക്കെട്ടിന് മത്സരബുദ്ധിയുടെ ചരിത്രം കൂടി പറയാനുണ്ട്. അതിനാൽ തന്നെ വർഷാവർഷങ്ങളിൽ പുതുമകളോടെയാണ് ഇരുകൂട്ടരും മാനത്തെ പൂരത്തിന് ഒരുങ്ങുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന് മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവ് വിഭാഗത്തിന് സ്റ്റീബിൻ സ്റ്റീഫനുമാണ് വെടിക്കെട്ടിന്റെ മതിവരാ കാഴ്ചകൾ ഒരുക്കുന്നത്. രണ്ട് വിഭാഗങ്ങളുടെയും അണിയറയിൽ തകൃതിയായി ഒരുക്കങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പൂരപ്രേമികൾക്ക് വിസ്മയ കാഴ്ചകൾ പകർന്ന വെള്ളച്ചാട്ടവും സ്റ്റാർ വാല്യുവും സ്പാനിഷ് ലൈറ്റിംഗും മിന്നാമിന്നിയുമെല്ലാം ഇത്തവണ പഴങ്കഥകൾ. ഇത്തവണ കിങ് മേക്കറാണ് തിരുവമ്പാടിയുടെ തുറുപ്പുചീട്ടെന്നും അണിയറയിൽ പണികൾ പൂർത്തിയാകുകയാണെന്നും തിരുവമ്പാടി വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ പി ശശിധരൻ പറയുന്നു. ഏരിയൽ വണ്ടർ എന്ന് പറഞ്ഞിട്ടും പിന്നെ കളർ മൈനസ്, പിന്നെ ഡാൻസ് ഓർ ഡാൻസ്, പിന്നെ പ്രത്യേകം നിറഞ്ഞ വേറൊരു അമിട്ടാണ് കിങ് ഇൻ തിരുവമ്പാടി. അത് വളരെ 300 മീറ്റർ ഉയരത്തിൽ പോയി പൊട്ടുകയും അത് 3D അമിട്ട് 3 വെറൈറ്റി കളേഴ്സിൽ അത് കുറച്ചു നേരം മിന്നി മറയുന്ന 3D അമിട്ടാണ് കിങ് ഇൻ തിരുവമ്പാടി. എന്നാൽ ഇത്തവണ പേരിലല്ല കാര്യം, അതിനു പകരം പൂരപ്രേമികൾക്ക് വിസ്മയക്കാഴ്ചയുടെ മതിവരാ ദൃശ്യചാരുതയേകുക എന്നതാണ് പ്രധാനമെന്ന് പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ട് കമ്മിറ്റി കൺവീനറും ദേവസ്വം വൈസ് പ്രസിഡന്റുമായ വി എം ശശി പറഞ്ഞു.
ഇപ്രാവശ്യം നമ്മൾ പേരുകൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യം നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ കലാകാരന്മാരെ കാലങ്ങളായി ഉണ്ടാക്കിയിട്ടുള്ള ഗുളിക അമുട്ടുകളുണ്ട്. അതൊരു 10-25 തരം വെറൈറ്റി ഗുളിക അമുട്ടുകളുണ്ട്. ആ ഗുളിക അമുട്ടുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു വിസ്മയം തീർക്കാനാണ് പാറമേക്കാവ്, അതായത് അമുട്ടുകളെ കൊണ്ട് ഒരു വിസ്മയം തീർക്കാൻ പാറമേക്കാവ് ദിവസം, അതും പുരാതനമായിട്ടുള്ള നമ്മുടെ ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള ഒരു വെടിക്കെട്ടിനാണ് പ്രാവശ്യം പാറമേക്കാവ് ദിവസത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത്തവണ പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 80കളിലെ പൂരത്തിന് ഉപയോഗിച്ചിരുന്ന അമിട്ടുകൾ മാനത്ത് വിരിയും. സാമ്പിൾ വെടിക്കെട്ടിന് ഘട്ടം ഘട്ടമായാണ് മാനത്തെ പൂരം നടക്കുക. ഇത്തവണ ആദ്യം തിരുവമ്പാടി വിഭാഗമാണ് കരിമരുന്നിന് തിരികൊടുക്കുക. ആദ്യഘട്ടം ഓലപ്പടക്കങ്ങൾ കൊണ്ട് വെടിയുതിർക്കലാണ്. പിന്നീട് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന അമിട്ടുകൾക്ക് തിരികൊളുത്തും. മൂന്നാം ഘട്ടമാണ് ശബ്ദത്തിന് പ്രാധാന്യമുള്ള ഈട് വെടിക്കെട്ട്. ഏകദേശം 6 മാസം മുൻപേ തന്നെ ഇരുവിഭാഗങ്ങളും പണികൾ ആരംഭിച്ചിരുന്നു. 45ലധികം തൊഴിലാളികളാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത്. വർണ്ണച്ചാരുത പകർന്ന് പെയ്തിറങ്ങുന്ന മാനത്തെ പൂരത്തിനായി ഇരുവിഭാഗങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം പൂരപ്രേമികളും. മാനത്തെ പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം സംഗീത്, ടീം TCV. തൃശൂർ പൂരത്തിന്റെ മനോഹാരിതയും ആവേശവും വാരി വിതറുന്നതാണ് കുടമാറ്റം. പൂരത്തെ ഏറെ ആകർഷണീയമാക്കുന്ന കുടമാറ്റത്തിനുള്ള വർണ്ണക്കുടകൾ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളിൽ വിസ്മയചാരുതയോടെ ഒരുങ്ങുകയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളും കൗതുകവും കരവിരുതും കൂട്ടിയിണങ്ങുന്ന കാഴ്ചയാണ് കുടമാറ്റം. തെക്കോട്ടിറക്കം കഴിഞ്ഞ് ഭഗവതിമാർ മുഖാമുഖം നിന്ന് വർണ്ണക്കുടകളും നിലക്കുടകളും സ്പെഷ്യൽ കുടകളും ആനപ്പുറത്ത് ഉയർത്തുമ്പോൾ ജനം ആർത്തുവിളിക്കും. സൂചികുത്താൻ ഇടമില്ലാത്ത വിധം പൂരപ്രേമികൾ രണ്ടായി മാറി നിന്ന് ആവേശ കുട ചൂടും. കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഓരോ കുടയും പുതുതായി നിർമ്മിക്കുന്നതിനു പുറമെ വിസ്മയ കാഴ്ചകൾ നിറയ്ക്കുന്ന പരീക്ഷണങ്ങളും ഇരുകൂട്ടരും അവതരിപ്പിക്കുന്നു. പൂരാഘോഷത്തിന് വാശിയും വീറും ലഹരിയും കൂട്ടുന്ന വർണ്ണക്കുടകൾ വിടരുന്നതിന് പിന്നിൽ നിരവധി പേരുടെ ദിനരാത്രങ്ങൾ നീണ്ട അധ്വാനമുണ്ട്. കുടമാറ്റത്തിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന വർണ്ണക്കുടകളുടെ നിർമ്മാണത്തിൽ ചുക്കാൻ പിടിക്കുന്നത് പാറമേക്കാവിനു വേണ്ടി കുന്നത്തങ്ങാടി കിഴക്കേപുരയ്ക്കൽ വസന്തനും തിരുവമ്പാടിക്ക് വേണ്ടി അരനാട്ടുകര സ്വദേശി പുരുഷോത്തമനുമാണ്. പാറമേക്കാവിനു വേണ്ടി വർണ്ണക്കുടകൾ ഒരുക്കുന്ന വസന്തന് ഇത് 35ാം ഊഴം. 50 സെറ്റില് മേലെ കുടകളാണ് പാറമേക്കാവിന് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കുടയ്ക്കെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു പ്രത്യേക തരം തുണികളൊന്നുമില്ല. അതെന്ന് വെച്ചാല് കണ്ണിന് കുളിർമയാകുന്ന തരത്തിലുള്ള എന്ത് തരം തുണിയാണെങ്കിൽ അത് നമ്മളെടുത്ത് സെലക്ട് ചെയ്യുന്നത് മാത്രം. 5 വർഷമായി അരനാട്ടുകര പുരുഷോത്തമനാണ് തിരുവമ്പാടിക്ക് വേണ്ടി വർണ്ണക്കുടകളുടെ വിസ്മയ ലോകം കരവിരുതിൽ തീർക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് 45ഓളം സെറ്റുകളാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള നയനമനോഹരമായിട്ടുള്ള തുണികളാണ്. കുടകളെ കണ്ടാൽ തന്നെ അറിയാം എല്ലാവർക്കും. വെൽവെറ്റ്, സാറ്റിൻ, ബ്രോക്കേഡ്, പോളിസ്റ്റർ, സാമോസാറ്റിൻ തുടങ്ങിയ തുണികൾ കൊണ്ടും ഗിൽറ്റുകളും കല്ലുകൾ കൊണ്ടുമാണ് ആകാശത്ത് മാരിവിൽ ചന്തം നിറയ്ക്കുന്ന കുടകൾ തയ്യാറാക്കുന്നത്. അലങ്കാരപ്പണികൾക്കൊപ്പം വർണ്ണക്കുടകളിൽ ഘടിപ്പിക്കുന്ന സ്വർണം, വെള്ളി നിറങ്ങളിലുള്ള അലുക്കുകളും കുടകളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പുലിമുഖം, വ്യാളി, പ്രഭാമണ്ഡലം തുടങ്ങിയ കുടകൾ പാറമേക്കാവ് ഒരുക്കുമ്പോൾ മയിൽപീലിക്കുട, താമരപ്പൂക്കുട തുടങ്ങിയ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകൾ തിരുവമ്പാടിയും തയ്യാറാക്കുന്നു. ഇതിനു പുറമെ ചുരുൾ നിവർത്താനുള്ള അത്ഭുതങ്ങൾ വേറെയും. തേക്കിൻകാടിന്റെ മാനത്ത് പൂത്തൊലിയുന്ന വർണ്ണമഴയിൽ അലിയാനും ഏഴഴകിന്റെ നിറച്ചാർത്ത് വിരിയിക്കുന്ന കുടമാറ്റക്കാഴ്ചയുടെ വിസ്മയത്തിലലിഞ്ഞ് ആവേശ കുട ചൂടാനും ഇനി കൺതുറന്നിരിക്കാം തെക്കേ ഗോപുരനടയിലേക്ക്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അങ്ങനെയാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും അണിയറയിൽ കുടകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒട്ടേറെ സ്പെഷ്യൽ കുടകൾ അണിയറയിൽ രഹസ്യമായി ഒരുങ്ങുന്നുണ്ട്. അത് കാണണമെങ്കിൽ കുടമാറ്റം വരെ കാത്തിരിക്കണം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. ആനപ്രേമികളുടെ നാടാണ് തൃശൂർ. ആനയുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൌണ്ട് വരെയുണ്ട് ഇവിടെ. തിരുവമ്പാടി ശിവസുന്ദർ എന്ന ഗജവീരന്റെ പേരിലുള്ള ആൽബം യൂട്യൂബിൽ ഹിറ്റാണ്. ആനയെ കണ്ടാൽ മറ്റെല്ലാം മറന്ന് നോക്കി നിൽക്കുന്ന ആനപ്രേമികളുടെ നാടാണ് തൃശൂർ. കൊമ്പും വമ്പും ചേർന്ന് അല്പം ചന്തമുള്ള കൊമ്പനായാൽ പിന്നെ പറയുകയും വേണ്ട. ഇങ്ങനെ നിരവധി ആരാധകരുള്ള കൊമ്പനാണ് തിരുവമ്പാടി ശിവസുന്ദർ. തൃശൂർ പൂരത്തിന് തിടമ്പെടുക്കുന്ന കൊമ്പനായ ശിവസുന്ദർ ആനകൾക്കിടയിൽ ഹീറോയാണ്. പേരും പെരുമയും ഏറിയപ്പോൾ ആൽബത്തിലെ നായകനായും അഭിനയിച്ചു കളഞ്ഞു ഈ കൊമ്പൻ. മുന്നരങ്ങിൽ മുൻപനാണ്, മൂവുലകും കീഴിലാണ് ഗജരാജ വീരൻ സുന്ദരൻ, വീരശൂര നായകൻ തിരുവ
തിരുവമ്പാടി ശിവസുന്ദർ ജനകോടികൾക്ക് നായകൻ. വ്യവസായ പ്രമുഖൻ ഡോക്ടർ ടി.എ. സുന്ദർ മേനോനാണ് ശിവസുന്ദറിനെ തിരുവമ്പാടിയിൽ നടക്കിരുത്തിയത്. പൊതുവെ ഇവിടെ എല്ലാവരും പറയുന്നതാണ് മമ്മൂട്ടി, മോഹൻലാലും, ആര്യനാരൊക്കെ നമ്മുടെ ശിവസുന്ദറും പാമ്പാടി രാജനും. ഇത്രയും നേരം ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഒരു അനക്കവും ഇല്ലാതെ വളരെ ഭംഗിയായി അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇങ്ങനെ മറ്റുള്ള ആനകളൊക്കെ ആയിട്ട് പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പല ആനകളും പല രീതിയിലാണ് ആനകളുടെ സ്വഭാവം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, ഒരു പ്രശ്നവും ഇതുവരെ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല. ശാന്ത സ്വഭാവമുള്ള നാടൻ ആന, 10 അടിയിലേറെ ഉയരം, ഉയർന്ന വായുകുംഭം, നല്ല തലക്കുന്നി, വിരിഞ്ഞ മസ്തകം, നിലം തൊടുന്ന തുമ്പിക്കൈ, അകന്ന കൊമ്പുകൾ, വലിയ ചെവി. ചന്തം തികഞ്ഞ കൊമ്പന്റെ ആൽബം ബഹുവർണ്ണങ്ങളും നൃത്തച്ചുവടുകളും കൊണ്ട് സമ്പന്നമാണ്. ശിവസുന്ദറിനെക്കുറിച്ച് ഗായകൻ ജയചന്ദ്രൻ പാടിയ രണ്ടാമതൊരു ഗാനവും ആൽബമായി പുറത്തിറങ്ങിക്കഴിഞ്ഞു. പൂരത്തിന് തിരുവമ്പാടി കോലത്തോടെ ചെന്താമര നീൾച്ചെവിയാട്ടി നീയെത്തുന്നേ, ജനകോടിതൻ ജയഭേരിയിൽ ഗണദേവനായി എഴുന്നള്ളി നീ. നീളും തുമ്പിക്കൈയും കൊമ്പും മനം നിറഞ്ഞുയർന്നിവൻ അണയുകയാ. തൃശൂർ പൂരത്തിന് തിടമ്പെടുക്കുന്ന ശിവസുന്ദറിനെ എവിടെ പോയാലും ഒരു വീരപരിവേഷമുണ്ട്. ഒരു നായകന്റെ ഗമയോടെ ശിവസുന്ദർ ഒരുങ്ങുകയാണ് അടുത്ത പൂരത്തിനായി. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ലിസ്റ്റായി. തിരുവമ്പാടിക്ക് 51 ആനകളും പാറമേക്കാവിന് 52 ആനകളും അടങ്ങിയ ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തെക്കോട്ടിറക്കത്തിന് നിരക്കുന്ന 15 ആനകളെയും ഇരു ദേവസ്വങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവമ്പാടി ശിവസുന്ദരനും ചന്ദ്രശേഖരനും പുറമെ കുട്ടൻകുളങ്ങര അർജുൻ, ചെമ്പൂത്ര ദേവിദാസൻ, ശങ്കരംകുളങ്ങര മണികണ്ഠൻ, പാമ്പാടി സുന്ദരൻ എന്നീ ആനകൾ തിരുവമ്പാടി വിഭാഗത്തിലാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സിദ്ധാർത്ഥൻ, അനന്തനാരായണൻ, ജൂനിയർ മാധവൻ, ദേവദാസ് എന്നീ കൊമ്പന്മാരും തിരുവമ്പാടിക്കൊപ്പം ഉണ്ട്. പാറമേക്കാവിന്റെ ശ്രീ പത്മനാഭനും രാജേന്ദ്രനും അടക്കം സ്വന്തം 4 കൊമ്പന്മാർക്ക് പുറമെ ഗുരുവായൂർ ദേവസ്വത്തിലെ നന്ദൻ, ഗോപികൃഷ്ണൻ, കൃഷ്ണനാരായണൻ, കേശവൻകുട്ടി എന്നീ കൊമ്പന്മാരും പാറമേക്കാവിന്റെ നിരയിലുണ്ട്. ഈരാറ്റുപേട്ട അയ്യപ്പനും ചിറക്കൽ മഹാദേവനും പാലാ കുട്ടിശങ്കരനും പല്ലാട്ട് ബ്രഹ്മദത്തനും പാറമേക്കാവിന്റെ നിരയിലുണ്ടാകും. പൂരക്കാഴ്ച. പൂരം എത്തിയതോടെ പൂരപലഹാരങ്ങളും എത്തി. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാഹി. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യം. വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. പൂരം ഫിൻസർ, ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ഭീമ ജ്വല്ലേഴ്സ്, സ്വർണം സ്നേഹമാണ്. ന്യൂ കേബിൾ പോയിന്റ്, മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അണ്ടർ വൺ റൂഫ്. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃതമാം ജീവിതം സുന്ദരമാക്കൂ ന്യൂട്രിച്ചൂറിലൂടെ. കണ്ടംകുളത്തി മലയിഞ്ചി തൈലം, വേദനകളിൽ നിന്ന് മോചനം. ലക്ഷ്മി സ്റ്റോഴ്സ്, നാക്കിനാൽ, തൃശൂർ. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. ശക്തനപുരം കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സ്, അയ്യന്തോൾ ആൻഡ് തൃശൂർ. റെഗുലർ ക്ലാസസ് ഫോർ +2, ഡിഗ്രി ആൻഡ് PG, ഓൺലി ഫോർ ഗേൾസ്. Co-sponsored by സൺഗ്രൂപ്പ് ഇന്റർനാഷണൽ. പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നിറവേ. ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, വിശ്വസ്തത, പവിത്രത, രാജകീയത. ഡ്രൈവിംഗ്സ് ട്രെയിനിംഗ് അക്കാദമി, പൂങ്കുന്നം, തൃശൂർ. ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അഷ്ടവൈദ്യൻ തൈക്കട്ട് മൂസ് വൈദ്യരത്നം. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം, മാറുന്ന ലോകത്തിന്. വാർത്തയിലേക്ക്.
തൃശൂർ പൂരം ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൂരം ഇൻഫർമേഷൻ കൌണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് ആരംഭിച്ച കൌണ്ടറിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ നിർവഹിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, സെക്രട്ടറി സി വിജയൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി എ രാമചന്ദ്ര പിഷാരൂടി, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി രാജലക്ഷ്മി, മറ്റ് 8 പൂരം ഘടകക്ഷേത്ര ഭാരവാഹികൾ, ഏകോപന സമിതി പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി വി രത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചടങ്ങുകൾ അടങ്ങിയ കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനി പ്രകാശനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ, മുൻ പ്രസിഡന്റ് MCS മേനോൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, സെക്രട്ടറി സി വിജയൻ, വ്യവസായ പ്രമുഖൻ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂരം കൊടിയേറ്റം മുതൽ കൊടിയിറക്കം വരെയുള്ള ചടങ്ങുകളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയതാണ് പുസ്തകം. പാറമേക്കാവിന്റെ ആനച്ചമയ പ്രദർശന കവാടത്തിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി വെള്ളക്കടുവയും. പാറമേക്കാവിന്റെ ചമയ പ്രദർശനത്തിന് ഇക്കുറി പുതിയൊരു അതിഥി കൂടി ഉണ്ടാവും. നല്ല ലക്ഷണമൊത്ത വെള്ളക്കടുവ. വിയ്യൂർ മണലാർകാവ് നടുവിൽപ്പുരയ്ക്കൽ രാജനാണ് ഈ വെള്ളക്കടുവയുടെ ശില്പി. രാജൻ ഇത് 9ാം വർഷമാണ് പാറമേക്കാവിന്റെ ചമയ പ്രദർശന കവാടത്തിൽ തന്റെ കരുവിരുതിൽ തീർത്ത ശില്പം പ്രദർശിപ്പിക്കുന്നത്. 7 അടി നീളവും 3.25 അടി ഉയരവുമുള്ള കടുവയുടെ നിർമ്മാണത്തിന് ചൌക്ക, ഞാവൽ, പ്ലാവ്, ഇരുമുള്ള് എന്നീ മരത്തടികളും ജടയ്ക്കും മീശയ്ക്കുമായി ചകിരിനാരുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 200 കിലോയോളം ഭാരമുള്ള വെള്ളക്കടുവയെ മോടി പിടിപ്പിക്കാനായി 15 ലിറ്ററോളം ഇനാമൽ പെയിന്റാണ് വേണ്ടി വന്നത്. 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 6 മാസം കൊണ്ടാണ് രാജൻ വെള്ളക്കടുവയെ പൂർണ്ണ രൂപത്തിലെത്തിച്ചത്. ഞങ്ങൾ ഒരു 5 കൊല്ലമായിട്ട് ഞങ്ങള് ആനേനെ ഉണ്ടാക്കിയുള്ളത്. പരമേശ്വരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ശിവസുന്ദരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ദേവീര വാഹനമായിട്ട് സിമുഖത്തിലാണ് വർക്ക് ചെയ്തത്. ഇക്കൊല്ലം ഞങ്ങൾ ഒരു വെള്ളക്കടുവനെ പുതിയതായിട്ട് ഇറക്കണത്. പൂരത്തിനുള്ള ആവേശം കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് വെക്കാൻ ഒരു സ്ഥലം തരുന്നുണ്ട് പാറമേക്കാവ് ദേവസ്വം. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കിയുള്ളത്. ഇത് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ആ പൂരത്തിനൊരു ആവേശം വരുന്നുള്ളൂ. ഭാര്യ ഷീലയും മക്കളായ ശ്രീജിത്ത്, ശ്രീകുട്ടൻ, ശ്രീദേവി എന്നിവരും ശില്പനിർമ്മാണത്തിൽ സഹായികളായി ഒപ്പമുണ്ടായിരുന്നു. 50 ഗ്രാം കഞ്ചാവുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. പഴുവിൽ കാരയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, പെരിങ്ങോട്ടുകര ചാഴുപുരയ്ക്കൽ വീട്ടിൽ രാമചന്ദ്രൻ എന്നിവരെയാണ് അന്തിക്കാട് എക്സൈസ് പുത്തൻപീടികയിൽ നിന്ന് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയാണ് ഇവർ പുത്തൻപീടികയിൽ എത്തിയതെന്ന് എക്സൈസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ റോഡ് ട്രാൻസ്പോർട്ട് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 30-ന് നടത്തുന്ന ദേശവ്യാപക വാഹന പണിമുടക്കിൽ കേരളത്തിലെ ബസ്, ടിപ്പർ, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പങ്കെടുക്കുമെന്ന് തൃശൂരിൽ ചേർന്ന മോട്ടോർ വാഹന ഉടമകളുടെ സംയുക്ത സംസ്ഥാന കൺവെൻഷൻ തീരുമാനിച്ചു. സംസ്ഥാന കൺവെൻഷൻ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. ഭക്തർക്ക് ദർശന പുണ്യമേകി മാതാ അമൃതാനന്ദമയി. നേപ്പാളിലെയും ഉത്തരേന്ത്യയിലെയും ഭൂചലന ബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കുമെന്നും അമൃതാനന്ദമയി പറഞ്ഞു. അയ്യന്തോൾ പഞ്ചിക്കൽ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് കാർമ്മികത്വം വഹിക്കാനെത്തിയതായിരുന്നു അമൃതാനന്ദമയി. ദുരന്തബാധിത മേഖലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കഴിയാവുന്ന സഹായങ്ങളും സേവനങ്ങളും നൽകുമെന്നും അമൃതാനന്ദമയി പറഞ്ഞു. ലോകത്തിന് മുഴുവൻ സമാധാനം പ്രദാനം ചെയ്യുന്നതിനായുള്ള പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് ഭജനകൾക്ക് തുടക്കമായത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതത്തിന്റെ പ്രാർത്ഥനാമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഭക്തിഗാനാമൃതം ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, രാഹുപൂജ എന്നിവ ഒരുക്കിയിരുന്നു. തുടർന്ന് യജ്ഞവേദിയിലെത്തിയ അമൃതാനന്ദമയിയെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PV സരോജിനി ഹാരാർപ്പണം നടത്തി. BJP ദേശീയ നിർവാഹക അംഗം ശോഭ സുരേന്ദ്രൻ, ജില്ലാ ജഡ്ജി AR അനിത, BSF കമാൻഡന്റ് RK സിംഗ്, TR രഞ്ജു എന്നിവർ ഹാരാർപ്പണം നടത്തി. മഠത്തിന്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായധന വിതരണം ചടങ്ങിന്റെ ഭാഗമായി നടന്നു. അമൃതനിധി പെൻഷൻ വിതരണം, വിദ്യാമൃതം പദ്ധതി, ജൈവകൃഷിക്കായുള്ള വിത്ത് വിതരണം, അമൃത തരംഗം സ്മരണിക പ്രകാശനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം അമൃതാനന്ദമയി ഭക്തർക്ക് ദർശനം നൽകി. തിങ്കളാഴ്ച ശനിദോഷ നിവാരണ പൂജയും അനുഗ്രഹ പ്രഭാഷണവും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിന്റെയും ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ്, ഒരു അവലോകനം എന്ന വിഷയത്തിലാണ് ശില്പശാല നടന്നത്. ശക്തൻ തമ്പുരാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മേയർ രാജൻ ചെപ്പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീപതി ട്രസ്റ്റ് ചെയർമാൻ P ശങ്കരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ശക്തൻ തമ്പുരാൻ കോളേജ് ഡയറക്ടർ അജിത് കുമാർ രാജ, ശ്രീപതി അക്കാദമി ഡയറക്ടർ KB ബ്രഹ്മദത്തൻ, ശ്രീപതി ട്രസ്റ്റ് ഡയറക്ടർ K വിജയൻ, ഡോക്ടർ CT ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ MP ചന്ദ്രശേഖരൻ, TP സേതുമാധവൻ, സന്തോഷ് C കുറുപ്പ് എന്നിവർ ക്ലാസ് എടുത്തു.
പൂരം വെടിക്കെട്ട് ഒരുക്കങ്ങൾ IG ജോസ് വിലയിരുത്തി. തേക്കിൻകാട്ടിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങൾ IG സന്ദർശിച്ചു. വീണ്ടും വാർത്തയിലേക്ക്. കാഴ്ചവട്ടം. ന് ശേഷം ഇടതു വലത് സർക്കാരുകൾ സ്വീകരിച്ച വികലമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരിണിത ഫലമാണ് SSLC മേഖലയിലെ നിലവാര തകർച്ച. വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുകയും രാഷ്ട്രീയത്തിന്റെ മേച്ചിൽപ്പുറമാക്കുകയും ചെയ്തതിന്റെ നിലവാരമില്ലാത്ത കാഴ്ചകളിലേക്ക്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ എല്ലാവർക്കും ഫുൾ പാസ്. പഠിക്കുകയും വേണ്ട, പഠിപ്പിക്കുകയും വേണ്ട. ഇവിടെ മുതലാണ് വിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ തകരാൻ തുടങ്ങിയത്. ഇതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയക്കാരെ ആദ്യം വിചാരണ ചെയ്യണം. 10-ലെത്തിയാൽ എഴുത്തു പരീക്ഷയിൽ 5 മാർക്ക് നേടിയവനെ ഉദാരമായി ജയിപ്പിക്കുന്നു. 20 മാർക്ക് നിരന്തര മൂല്യനിർണയമെന്ന ഓമന പേരിൽ ചക്കാത്തായി നൽകും. ചോദ്യത്തിന്റെ നമ്പർ ഇട്ടാൽ കിട്ടും 5 മാർക്ക്. അങ്ങനെ അടിസ്ഥാന വിവരമില്ലാത്ത, ഒരു വാചകം പോലും എഴുതാനറിയാത്ത ഭൂരിപക്ഷത്തിനെ വിജയിപ്പിക്കുന്നതിന് SSLC എന്നാക്കി വിദ്യാ ആഭാസം നടത്തുകയാണ് സർക്കാർ. 1975 വരെയുള്ള ഓൾഡ് സ്കീമിൽ വിജയിക്കുന്നവർക്ക് വിലയുണ്ടായിരുന്നു. എല്ലാ വിഷയത്തിലും പഠിച്ച് മിനിമം 35 മാർക്ക് നേടുന്നവരെ ജയിക്കൂ. 75 കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നു. ചില വിഷയങ്ങളിൽ തോറ്റാലും ജയിക്കുമെന്ന് വിവരം കൂടിയ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ഓശാരത്തിന് മാർക്ക്. പിന്നെ എല്ലാ വിഷയത്തിലും എഴുതിയില്ലെങ്കിലും ജയിപ്പിക്കുന്ന കിടിലൻ നയമായി. അതിനാണ് CE തന്ത്രം, ഗ്രേസ് മാർക്ക് തന്ത്രം. അങ്ങനെ കുട്ടികളാകെ പഠിക്കാതെ എഴുതാതെ എങ്ങനെ മാർക്ക് നേടാമെന്ന് ചിന്തിച്ച് പരക്കം പാഞ്ഞു. ചിലർ ഡാൻസ് ചെയ്യുന്നു, ഗ്രേസ് മാർക്ക്. ചിലർ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഗ്രേസ് മാർക്ക്. ചിലർ ഓടുന്നു, ചാടുന്നു, ഗ്രേസ് മാർക്ക്. ചിലർക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നു, ഗ്രേസ് മാർക്ക്. അധ്യാപകർക്ക് പഠിപ്പിക്കേണ്ട, ഫുൾ പാസ്, മുഴുത്ത ശമ്പളം. ലക്ഷങ്ങൾ നൽകിയാൽ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചറപറാന്ന് മാഷാകാം, ടീച്ചറാകാം. ശമ്പളം സർക്കാർ നൽകും. ടീച്ചറാകാൻ 40 ലക്ഷവുമായി എന്തൊരു ക്യൂ. മാനേജ്മെന്റുകൾ +2 ബാച്ച് കിട്ടാൻ 2 കോടിയും 3 കോടിയും കൊണ്ട് പരക്കം പായുന്നു. അങ്ങനെ +2 ബാച്ചുകൾ സർവത്ര. 2015 വന്നപ്പോൾ +2 സീറ്റുകൾ 3,60,500 എന്ന നിലയിലെത്തി. ഈ സീറ്റുകൾ നിറയ്ക്കാനാണ് ഒരു വശത്ത് എല്ലാവരെയും കൂട്ടത്തോടെ ജയിപ്പിക്കൽ കുമ്മിയടി, മറുവശത്ത് സീറ്റുകൾ കൂട്ടി ലക്ഷങ്ങൾ പിടിവലി, ശമ്പളം കൊടുക്കാൻ സർക്കാർ ഖജനാവ് ഹരഹര. ഇതാണ് ഇന്നത്തെ നടുവൊടിഞ്ഞു കിടക്കുന്ന SSLCയുടെ അടിസ്ഥാന സത്യങ്ങൾ. ഇതാണത്രേ വിദ്യാഭ്യാസ കച്ചവടം. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയെ SSLC ഹാസ്യമാണ്. മഴ വന്നപ്പോൾ സ്കൂൾ വരാന്തയിൽ കയറി നിന്നവനും SSLC ജയിച്ചു എന്നൊരു കമന്റ്. കണ്ണൂരിൽ പരീക്ഷ എഴുതാത്തവനെ ജയിപ്പിച്ച അധ്യാപകരെ എന്തു പേര് ചൊല്ലി വിളിക്കണം? എല്ലാ പഴിയും സോഫ്റ്റ് വയറിനാണ്. വയറല്ലേ പ്രശ്നം, മറ്റെല്ലാവരും പുണ്യവാന്മാർ. ഇക്കൊല്ലത്തെ കുഴപ്പം അടുത്ത കൊല്ലം ഉണ്ടാവില്ലെന്ന് മറ്റൊരു സോഷ്യൽ മീഡിയ കമന്റ്. അടുത്ത വർഷം പരീക്ഷയ്ക്ക് മുൻപേ ഫലം പ്രഖ്യാപിക്കുമത്രേ. മതിയല്ലോ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക്. നന്നായി പഠിക്കുന്ന നല്ല മിടുക്കന്മാരായ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവരെ കൂടി SSLC മണ്ടന്മാരാക്കും. കുറെ മണ്ടന്മാരെ സൃഷ്ടിക്കാനല്ല SSLC എന്ന് ആദ്യം അധ്യാപകരും പിന്നെ ഭരണക്കാരും പിന്നെ നേതാക്കന്മാരും തിരിച്ചറിയണം. ഈ മണ്ടന്മാർ +2-ലെ NCERT സിലബസ് പഠിക്കാൻ വന്നാൽ നല്ല കേമമാകും. ഇനിയെങ്കിലും എഴുത്തു പരീക്ഷയ്ക്ക് 1975 വരെ ഉണ്ടായിരുന്ന മിനിമം മാർക്ക് പുനഃസ്ഥാപിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. വാങ്ങുന്ന ശമ്പളത്തിന് നന്ദി കാണിക്കണമെന്നർത്ഥം. CE ഗ്രേസ് മാർക്ക് വാങ്ങുന്നവർ വാങ്ങട്ടെ, അതൊക്കെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്താം. ജയിക്കണമെങ്കിൽ മാർക്ക് വാങ്ങണമെന്ന സിദ്ധാന്തത്തിലേക്ക് വന്നാൽ കുട്ടികൾ പഠിക്കും. ഗ്രേസ് മാർക്കിന് പിന്നാലെ ഓടി മത്സരിച്ച് സമയം പാഴാക്കുന്നത് നിർത്തും. അധ്യാപകരുടെ ചുമതല പഠിപ്പിക്കുകയാണ്. പച്ചക്കറി കൃഷിയും ഗ്രേസ് മാർക്ക് കൃഷിയും CE കൃഷിയുമല്ല എന്നർത്ഥം. അറിയാത്തവന് ചൊറിയാം എന്നുകൂടി ആപ്തവാക്യം. അനുബന്ധം. SSLC ജയിച്ചതറിഞ്ഞ് ഒരു വിദ്വാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു: "I am passed away." ജയിച്ചെന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ വടിയായെന്നായി. ഇതാണ് നിലവാരം. എഴുതിയ വാചകം തന്നെ ശരിയാണോ എന്നറിയാൻ ഒരു നിരന്തര മൂല്യ നിർണയമാകാം. ശിക്ഷ ഒഴിവാക്കാൻ
അധ്യാപകർ പരമാവധി മാർക്കിടുമെന്ന് 3 തരം. ശുഭം. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് A ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി V ഹരി, FSET ജില്ലാ പ്രസിഡന്റ് KM ഗോപിദാസൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അജിത് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം PV ഏലിയാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. കാര്യാട്ടുകര ഡിവിഷനിൽ പുതുതായി ആരംഭിച്ച പ്രിയദർശിനി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. കാര്യാട്ടുകര ഭഗവതി ക്ഷേത്രം റോഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മേയർ രാജൻ ചെപ്പല്ലൻ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, ഡിവിഷൻ കൌൺസിലർ ലാലി ജെയിംസ്, കൌൺസിലർമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി, O രാമനാഥൻ, റീന ജോയ് എന്നിവർ സംസാരിച്ചു. വാണിജ്യം. പാരമ്പര്യ മർമ്മ ചികിത്സയിലൂടെ ആയിരങ്ങൾക്ക് രോഗശാന്തിയേകിയ അഷ്ടമിച്ചിറയിലെ മുസ്ലിസ് നേച്ചർ ക്യൂർ വിജയകരമായ 4ാം വർഷത്തിലേക്ക്. മുസ്ലിസ് നേച്ചർ ക്യൂർ വാർഷിക ആഘോഷ പരിപാടികൾ പ്രശസ്ത ഗായകൻ സ്റ്റീഫൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഭാരതീയ പാരമ്പര്യ വൈദ്യസംഘം ദേശീയ സെക്രട്ടറി ജനറൽ നൌഷാദ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ, സംവിധായകനും തിരക്കഥാകൃത്തുമായ റോബിൻ തിരുമല, കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്, ശിവനന്ദൻ വൈദ്യർ, ഉസ്മാൻ ഹാജി വൈദ്യർ, യൂസഫ് പടിയത്ത്, മജീദ് ഗുരുക്കൾ, ഡോക്ടർ ആതിര പീതാംബരൻ, വൈദ്യർ മങ്കപ്പാടത്ത് സാലി സജീർ, കമാഷ് ജിബ്ര എന്നിവർ സംസാരിച്ചു. മുസ്ലിസ് ഗ്രൂപ്പ് CMT MS സജീർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് ജംഷീർ ഗുരുക്കളെ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ. പാറമേക്കാവിന്റെ ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും TCVയിൽ തത്സമയം. ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ ഇരുമുന്നണികളിലെയും ഭിന്നസ്വരക്കാരുമായി കൂട്ടിച്ചേരുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. ചരിത്രത്തിൽ ആദ്യമായാണ് ജനങ്ങൾ ഇത്ര കണ്ട് വെറുക്കപ്പെട്ട ഒരു സർക്കാർ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതെന്നും മുരളീധരൻ. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പുതുക്കിയ SSLC ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനത്തിൽ വർധന. 2800 കുട്ടികൾക്ക് കൂടി എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.